ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട 400 പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. കാരണം ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വട്ടം ചുറ്റിക്കുന്ന ഒരു കാര്യമാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഭയപ്പെടുന്നതും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം കളയുന്നത്, അതായത് സമയം ഏറ്റവും കൂടുതൽ കളയുന്നത് ഈ പറയുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 20 സെറ്റ് ഏകദേശം 400ഓളം ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വേണ്ടി തരുന്നത്. അതായത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു സെറ്റ് ഉണ്ട്. അതേപോലെ കേരള നവോത്ഥാനം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഓപ്ഷൻസ് ആണ്. അതായത് 400 പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം, അതായത് ഇപ്പോൾ ഓരോന്നും, അതായത് ഈ പറയുന്ന 10ഓളം സബ്ജക്റ്റുകളിൽ നിന്നും ഉള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ 400 പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 10 ചോദ്യങ്ങളിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് PSC എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ PSCക്ക് വേണ്ടിയിട്ട് PSCയുടെ ആളുകൾ ഇടുന്ന ചോദ്യങ്ങൾ ഉള്ളതാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 400 ചോദ്യങ്ങളാണ്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പെങ്കിലും എന്ത് ചെയ്യുക, ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ 400 ചോദ്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൂടിയാണ് ഈ പറയുന്ന 400 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം മതി ഇത് മൊത്തം വായിച്ചു തീർക്കാനായിട്ട്. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന LDC 2024 കിട്ടുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ക്ലാസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ 400 ചോദ്യങ്ങൾ എടുത്ത് പറഞ്ഞ് അത് ഡിസ്ക്രൈബ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ PDF ഫയൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ കണ്ടതിന് ശേഷം നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോരെ. ടെലഗ്രാം ചാനലിൽ ഇത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും തെറ്റു പറ്റത്തില്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇത് PSC ബുള്ളറ്റിൻ തരുന്ന, PSC ബുള്ളറ്റിനിലെ ചോദ്യങ്ങളാണ് ഈ 400 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ദൈവത്തെ വിചാരിച്ച് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ അതൊന്ന് വായിക്കാനെങ്കിലും ശ്രമിക്കുക. ഒന്നിനും പറ്റിയില്ലെങ്കിലും വായിച്ച് പഠിക്കാനെങ്കിലുള്ള സമയം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് വായിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ചെയ്യണമെന്ന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമുക്ക്, അതായത് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ നിയമനങ്ങളും, അതേപോലെ തന്നെ എന്താണ് പുതിയ സബ്മിറ്റുകൾ എല്ലാം ചേർത്തുകൊണ്ട് ഒരു ഗംഭീര ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ വൈകിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. 20 മാർക്ക് കറണ്ട് അഫയേഴ്സിൽ അടിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളാക്കി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് ഡിലേ വരുമായിരിക്കും. കാരണം എപ്പോൾ തീരും എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യും, കുറച്ച് വൈകിട്ടാണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാമിന് കയറുന്നതിന് മുമ്പായിട്ടെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾ ഉറപ്പായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ എക്സാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്ന്
ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിത് ഓരോന്നോരോന്നൊന്നും എടുത്ത് വീഡിയോ എടുത്ത് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതിൻ്റെ കൂടെ ക്ലാസ്സുകൾ വരുന്നു. ഇതെല്ലാം കൂടി ആയതുകൊണ്ടാണ് ഞാനതൊന്നും എടുത്ത് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും വന്നത് ഓരോന്നായിട്ട് എടുത്ത് ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യായിരുന്നു. പക്ഷെ അതിനുള്ള സമയം നമുക്ക് വളരെ കുറവാണ്. നിങ്ങൾക്കായാലും അത് കാണാനുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ ഈ പറയുന്ന 400ഓളം ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ 400ഓളം ചോദ്യങ്ങളിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 10-15 ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ ഈ ഒരു LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ ഒരു എല്ലാ എഫക്റ്റും ഇതിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗംഭീരമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് വൺ ക്ലിപ്പ് PSC എന്നാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ വൺ ക്ലിപ്പ് PSC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലം തന്നെയാണ്. നേരെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൻ്റെ ഇതിൻ്റെ PDF കിടക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൻ്റെ അതായത് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കയറാനായിട്ട് ശ്രമിക്കുക. ഇനിയും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അവരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും ഉണ്ടാവും. പിന്നെ സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയൊരു ക്ലാസ് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം അതിനുള്ള സമയമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.